നിലനിൽക്കുന്ന എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സത്യം വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF തികച്ചും ചരിത്രം രചിച്ചിരിക്കുകയാണ്. ഞാൻ അടുത്ത കാലത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെത്തിയത്. AK ആന്റണി സാറിനെ ജയിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടാണ് ചില മതവർഗീയവാദികൾ ചോദിച്ചത്, നിങ്ങൾക്ക് മുസ്ലിങ്ങളല്ലാത്ത വല്ലവരെയും മലപ്പുറത്തുനിന്ന് ജയിപ്പിക്കാൻ സാധിക്കുമോ എന്ന്. എന്നാൽ കേട്ടോളൂ, മലപ്പുറത്തുകാർ VS ജോയിയെ വിജയിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടല്ല, പ്രവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടി മുന്നേറുന്നത്. ഇനി ആദ്യത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഇത്രയും കാലം കഴിഞ്ഞ 10 വർഷങ്ങളിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വർഗീയവാദികളും വിഷജന്തുക്കളും തലപൊക്കിയത് എന്നുള്ളത് സങ്കടകരമായ ഒരു പഴയ കഥയായി മാറുകയാണ്. ഇനി അങ്ങോട്ട് ഈ UDF ഗവൺമെൻറ് ഉത്തരവാദിത്തമേൽക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ വികസനം എന്ന് പറയുന്നത് ആപൽക്കരങ്ങളായ അനവധി നുണകൾ മുസ്ലിം സമുദായത്തെക്കുറിച്ച്, മലപ്പുറം ജില്ലയെക്കുറിച്ച്, എതിരാളികളെക്കുറിച്ച് എല്ലാം പടർത്തിവിട്ട അത്തരത്തിലുള്ള ആപൽക്കരമായ നുണകൾക്ക് പകരം സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമ്പന്നമായ സത്യങ്ങളെ പുനഃപ്രതിഷ്ഠ ചെയ്യുക എന്നുള്ളതാണ് പുതിയ UDF സർക്കാരിൻ്റെ ഏറ്റവും ആദ്യത്തെ വികസന അജണ്ടയായി മാറേണ്ടത്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഘടനാ പ്രവേശനമാണ്. പല പാർട്ടി വേദികളിലും ഞാൻ പാട്ടുകാരനായി പോയിട്ടുണ്ടെങ്കിലും കല കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നിർവഹിച്ചു വരവെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം ഇത്രമാത്രം മലീമസമായി തുടങ്ങിയത്. ഞാൻ പോലും മലിനപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിത് ഉറപ്പു തരുന്നു, ഇത് മനുഷ്യർക്കുള്ള പാർട്ടിയാണ്, മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ്. ഇവിടെ മതമില്ല, ജാതിയില്ല. എത്രയോ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ലീഗിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ല ആളുകൾ ലീഗിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ലീഗിനെ വിശ്വസിക്കുന്നത്. ലീഗ് ഒരു വലിയ സുരക്ഷയാണ്. ഈ സമൂഹത്തിൻ്റെ മതേതര കാവലാൾ എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിൽ മനുഷ്യന് സമാധാനമായി ജീവിക്കുവാൻ ലീഗിൻ്റെ സാന്നിധ്യം, UDF ഗവൺമെൻറ്റിൻ്റെ പരിരക്ഷ ഏവർക്കും അത്യാവശ്യമാണെന്ന തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഒറ്റയാവിൽ ഒരുത്തരും നമ്മൾ തൻ കുറ്റമെത്ര നാളോതി നടക്കിലും, ഒറ്റയാവിൽ ഒരുത്തരും നമ്മൾ തൻ കുറ്റമെത്ര നാളോതി നടക്കിലും, എതിരുപാടുന്ന സോദരാ നിന്റെയും കതിരുവാടാതിരിക്കുവാനീരണം. അഭിമാനപൂർണമാം അസ്തിത്വമോടെ നാം, അഭിമാനപൂർണമാം അസ്തിത്വമോടെ നാം അപരജന്മങ്ങളിൽ തുണയായി തെളിയണം. അഭിമാനപൂർണമാം അസ്തിത്വമോടെ നാം അപരശോകങ്ങളിൽ തണലായി തെളിയണം.